കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകളിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് എടപ്പള്ളി. പറവൂർ കോട്ടയ്ക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി എന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇടപ്പള്ളി പള്ളി എന്ന് പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. ഇടപ്പള്ളി സെൻറ് ജോർജ് ഫൊറോന പള്ളിയുടെ ചരിത്രം. തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഭാരതത്തിലെ തദ്ദേശീയരായ വ്യക്തികൾ വിശ്വാസികളായതിനു ശേഷം 6-ാം നൂറ്റാണ്ടോടുകൂടി ഇടപ്പള്ളിയിലേക്ക് പലവിധ കാരണങ്ങളാൽ കുടിയേറപ്പെടുകയുണ്ടായി. AD 593 ഇടപ്പള്ളിയിലെ ആദ്യമായി ഒരു ദേവാലയം സ്ഥാപിക്കുകയുണ്ടായി. ഇടപ്പള്ളിയിലെ ഇപ്പോഴത്തെ ഏറ്റവും പഴയ പുരാതന ദേവാലയത്തിൻ്റെ സ്ഥാപനം 9-ാം നൂറ്റാണ്ടിലാണ് എന്ന് കരുതപ്പെടുന്നു. ഈ ദേവാലയം മുഖവാരമില്ലാതെയും പടിഞ്ഞാറ് ദർശനമായും വിശുദ്ധ മർത്തമറിയത്തിൻ്റെ നാമധേയത്തിലാണ് സ്ഥാപിച്ചിരുന്നത്. വിശുദ്ധ മർത്തമറിയം എന്ന് വെച്ചാൽ പരിശുദ്ധ കന്യകാമറിയം എന്നാണ് അർത്ഥം. ഇടപ്പള്ളിയിലെ രണ്ടാമത്തെ പഴയ ദേവാലയത്തിൻ്റെ സ്ഥാപനം AD 1080 ആയിരുന്നു. ഈ ദേവാലയവും വിശുദ്ധ മർത്തമറിയത്തിൻ്റെ നാമധേയത്തിൽ ആയിരുന്നു. അത് കിഴക്ക് ദർശനമായിട്ടാണ് സ്ഥാപിച്ചത്. 12-ാം നൂറ്റാണ്ടോടുകൂടി ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ അഥവാ എളങ്ങള്ളൂർ സ്വരൂപത്തിൻ്റെ രൂപീകരണവും വളർച്ചയുമൊക്കെ ഉണ്ടായി. 14-ാം നൂറ്റാണ്ടോടുകൂടി എടപ്പള്ളിപ്പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിനോടുള്ള ഭക്തി വളരെ പ്രസിദ്ധമായി. 15-ാം നൂറ്റാണ്ടോടുകൂടി എടപ്പള്ളിപ്പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയം വളരെ പ്രസിദ്ധമാവുകയും ചെയ്തു. 1536 പോർട്ടുഗീസുകാർ ഇടപ്പള്ളിയിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമധേയത്തിൽ ദേവാലയം സ്ഥാപിച്ചു. അത് തെക്കേപ്പള്ളി എന്നാണ് അറിയപ്പെടുക. 1567 അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനമുണ്ടായി. ഇടപ്പള്ളിപ്പള്ളി അങ്കമാലി അതിരൂപതയിൽ ചേർക്കപ്പെട്ടു. 1583 അങ്കമാലി സൂനഹദോസും ഇടപ്പള്ളിപ്പള്ളിയിൽ സൂനഹദോസ് സംഘടിപ്പിക്കപ്പെട്ടു. ഇടപ്പള്ളിപ്പള്ളിക്കാർ അതിൻ്റെ അകത്ത് സജീവമായ പങ്കാളിത്തം വഹിക്കുകയുണ്ടായി. 1599 ജൂൺ മാസം 20 തുടങ്ങി 26 വരെ നടത്തപ്പെട്ട ഉദയംപേരൂർ സൂനഹദോസിലും ഇടപ്പള്ളി പള്ളിക്കാരുടെ പങ്കാളിത്തം സജീവമായിട്ടുണ്ടായിരുന്നു. 1603 ഡിസംബർ 7-ാം തീയതി അങ്കമാലി സൂനഹദോസ് നടത്തപ്പെട്ടു. അതിലും ഇടപ്പള്ളി പള്ളിക്കാരുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. 1608 അങ്കമാലി അതിരൂപതയുടെ നാമധേയം കൊടുങ്ങല്ലൂർ എന്നാക്കി മാറ്റി. ഇടപ്പള്ളിപ്പള്ളി അങ്ങനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയ്ക്ക് കീഴിലായി. 1626 ഫെബ്രുവരി 5-ാം തീയതി ഇടപ്പള്ളിയിൽ മാർ തോമാസ് ലീഹായുടെ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപനം നടക്കപ്പെടുകയുണ്ടായി. 1632 അർക്കദിയോക്കോൻ ഗീവർഗീസും സംഘവും ഇടപ്പള്ളിപ്പള്ളിയിൽ സമ്മേളിച്ച് പോർട്ടുഗീസ് രാജാവിന് കത്തയക്കുകയുണ്ടായി. 1644 ഇടപ്പള്ളിപ്പള്ളിയിൽ അർക്കദിയോക്കോൻ തോമായുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം നടത്തപ്പെടുകയുണ്ടായി. 1653 ജനുവരി 3-ാം തീയതി കൂനംകുരിശ് സത്യം സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ ഇടപ്പള്ളിപ്പള്ളിക്കാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 1653 ജനുവരി 3-ാം തീയതി തുടങ്ങി 4-ാം തീയതി വരെ കൂനംകുരിശ് സത്യത്തിന് ശേഷം അതിൽ പങ്കെടുത്ത സുറിയാനി സമൂഹത്തിൻ്റെ സമ്മേളനം ഇടപ്പള്ളിപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. 1653 മെയ് 23 മുതൽ ഇടപ്പള്ളിപ്പള്ളിയിലെ ഒരു വ്യാജമെത്രാൻ വേഷം കെട്ടിയ അർക്കദിയോക്കോൻ്റെ വാസസ്ഥലമായി മാറുകയുണ്ടായി. 1655 അർക്കദിയോക്കോനും സംഘവും ഇടപ്പള്ളിപ്പള്ളിയിൽ സമ്മേളിച്ച് ഗോവയിലെ കർമ്മലീത്ത മിഷണറിമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. 1657 ഫെബ്രുവരി 22-ന് കൊമ്മസറി ഫാദർ ജോസഫ് സെബസ്ത്യാനിയുടെ പ്രഥമ ഇടപ്പള്ളി സന്ദർശനം നടക്കുകയുണ്ടായി. 1657 ജൂൺ മാസത്തിൽ ഇടപ്പള്ളിപ്പള്ളിയിൽ 2 യോഗങ്ങൾ നടത്തപ്പെട്ടു. അർക്കദിയോക്കോൻ തോമായും സംഘവും ഒരു സമ്മേളനം നടത്തി. കൊമ്മിസാറിയും സംഘവും
മറ്റൊരു യോഗം നടത്തുകയുണ്ടായി. 1660 മാർ ജോസഫ് സെബസ്ത്യാനിയുടെ ഇടപ്പള്ളി സന്ദർശനം നടത്തപ്പെട്ടു. ഇടപ്പള്ളിപ്പള്ളി പ്രൊപ്പഗാന്ത ഭരണത്തിൽ മാർ സെബസ്ത്യാനിക്ക് കീഴിൽ വന്നു. മലബാർ വികാരിയത്ത് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. 1663 ജനുവരി 31 പള്ളിവീട്ടിൽ മാർ അലക്സാണ്ടർ മെത്രാൻ്റെ അഭിഷേകം നടത്തപ്പെട്ടു. ഇടപ്പള്ളി പള്ളിവീട്ടിൽ മെത്രാന് കീഴിലായി. 1677 മാർ പള്ളിവീട്ടിൽ മെത്രാൻ്റെ സഹായിയായി അഭിഷേകിക്കപ്പെട്ട റഫായേൽ ബഗ്റദെ മെത്രാന് നൽകിയ മലങ്കര സഭയുടെ ഔദ്യോഗിക സ്വീകരണവും സ്ഥാനാരോഹണവും ഇടപ്പള്ളിപ്പള്ളിയിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. 1709 മാർച്ച് 13 മലബാർ വികാരിയത്ത് നിർത്തൽ ചെയ്യുകയും വരാപ്പുഴ വികാരിയത്ത് സ്ഥാപിതമാവുകയും ചെയ്തു. അങ്ങനെ ഇടപ്പള്ളിപ്പള്ളി വരാപ്പുഴ വികാരിയത്തിന് കീഴിലായി. 1772 ഇടപ്പള്ളിപ്പള്ളി വികാരി ഇക്കാക്കോ കത്തനാർ, അതായത് ഫാദർ ജേക്കബ് പുത്തൻ പറമ്പിൽ, വരാപ്പുഴയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇടവാംഗങ്ങൾ ഏതാനും ദിവസങ്ങൾ ഇടപ്പള്ളിപ്പള്ളി പൂട്ടി താക്കോൽ എളങ്ങള്ളൂർ സ്വരൂപത്തെ ഏൽപ്പിക്കുകയുണ്ടായി. 1787 ഫെബ്രുവരി 1 അങ്കമാലി പടിയോല എഴുതപ്പെട്ടു. ഈ അങ്കമാലി പടിയോല എഴുതപ്പെട്ട യോഗത്തിൽ ഇടപ്പള്ളി ഇടവക്കാർ സജീവമായി പങ്കാളിത്തം വഹിക്കുകയുണ്ടായി. 1864 ഇടപ്പള്ളിപ്പള്ളിയിൽ ദർശന സമൂഹം കോംബ്രേരിയ രൂപപ്പെട്ടു. 1887 കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകളുടെ സ്ഥാപനം നടത്തപ്പെട്ടു. ഇടപ്പള്ളിപ്പള്ളി കോട്ടയം വികാരിയത്തിൽ പരിധിയിൽ വരികയും ചെയ്തു. 1896 എറണാകുളം വികാരിയത്തിൻ്റെ സ്ഥാപനം സംഭവിച്ചു. അങ്ങനെ ഇടപ്പള്ളിപ്പള്ളി എറണാകുളം വികാരിയത്തിന് കീഴിലായി. 1914 സെൻറ്റ് ജോർജ് LP സ്കൂൾ സ്ഥാപിതമായി. 1916 തെക്കേപ്പള്ളിയുടെ പുനരുദ്ധാരണം നടത്തപ്പെട്ടു. 1917 പോർച്ചുഗീസ് രാജ്ഞി സമ്മാനിച്ച ഉണ്ണീശോയുടെ രൂപം പള്ളി തെക്കേപ്പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. 1946 ആരാധനമഠത്തിൻ്റെ സ്ഥാപനം ഇടപ്പള്ളിപ്പള്ളിയുടെ പരിധിക്കുള്ളിൽ വന്നു. 1946 ഇടപ്പള്ളിപ്പള്ളിയുടെ നേതൃത്വത്തിൽ MAJ ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. 1966 സെൻറ്റ് ജോർജ് ഹൈസ്കൂള് സ്ഥാപിക്കപ്പെട്ടു. 1969 പയസ് ഗേൾസ് ഹൈസ്കൂൾ സ്ഥാപിച്ചു. 1970 സെൻറ്റ് ജോർജ് നഴ്സറി സ്കൂൾ സ്ഥാപിച്ചു. 1981 MAJ നഴ്സിംഗ് സ്കൂൾ സ്ഥാപിച്ചു. 1994 ജനുവരി 16 പള്ളിയുടെ 14ാം ശതാബ്ദി ആഘോഷം നടത്തപ്പെട്ടു. അതിൽ സംബന്ധിക്കുവാൻ വിശുദ്ധ മദർ തെരേസ മുഖ്യ അതിഥിയായി വന്നെത്തുകയുണ്ടായി. 1999 ഡിസംബർ 29 പുതിയ ദേവാലയത്തിൻ്റെ അടിസ്ഥാനശില വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ആശീർവദിച്ചു. 2000 ജനുവരി 1 പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ നിർവഹിച്ചു. 2003 സെപ്റ്റംബർ 26 ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൾ ജെ കലാം ഇടപ്പള്ളിപ്പള്ളി സന്ദർശിച്ചു. 2015 ഏപ്രിൽ 19 ഇടപ്പള്ളിയിലെ പുതിയ ദേവാലയത്തിൻ്റെ ആശീർവാദം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. 2018 ഏപ്രിൽ 19 ഇടപ്പള്ളിപ്പള്ളിയിലെ പുനരുദ്ധരിച്ച ആദ്യത്തെ പഴയ പള്ളിയുടെ ആശീർവാദം മാർ തോമസ് ചക്കീത്ത് നിർവഹിച്ചു. അത് നിത്യാരാധന ചാപ്പലാക്കിയിട്ടാണ് ആശീർവാദം നടത്തിയത്. ഇപ്പോഴത്തെ പള്ളിക്ക് 88,000 ചതുരശ്ര അടി വിസ്താരവും 141 അടി ഉയരവുമുണ്ട്. അഷ്ടഭുജാകൃതിയിലാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഇത്. യൂറോപ്യൻ കേരളീയ വാസ്തുവിദ്യകളെ സമന്വയിപ്പിച്ച് അതിൻ്റെ മദ്ബഹ അഥവാ ബലിപീഠം തേക്കുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണ്ണ ഫോയിൽ കൊണ്ട് പൊതിഞ്ഞവയാണവ. ഇതിന് 2 ബെൽ ടവറുകളുണ്ട്. പഴയ നിയമത്തിലെ ജ്ഞാനസ്നാനം, നോഹയുടെ പെട്ടകം, കായൻ, ഹാബേൽ, പുതിയ നിയമ രംഗങ്ങൾ
എന്നിവ മനോഹരമായി ശില്പങ്ങളായി ഈ പള്ളിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പുനരുത്ഥാനത്തെ ചിത്രീകരിക്കുന്ന ബലിപീഠത്തിന് ചുറ്റും വിയറ്റ്നാമീസ് മാർബിളിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്.